അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്തെയും അദ്ദേഹത്തിന്റെ സമീപകാല ഇടപാടുകളെയും കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും സജീവമാണ്. ഒരു രാഷ്ട്രത്തലവൻ എന്ന നിലയിൽ അദ്ദേഹം പുലർത്തേണ്ടിയിരുന്ന ഔദ്യോഗിക മര്യാദകളെയും നയതന്ത്ര രീതികളെയും പലപ്പോഴും ലംഘിച്ചു എന്നതാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നുവരുന്ന പ്രധാന വിമർശനം. ഒരു രാഷ്ട്രത്തലവൻ പറയാൻ പാടില്ലാത്തത് പറയുകയും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുകയും ചെയ്യുന്ന പ്രസിഡന്റ് എന്ന വിശേഷണവും ട്രംപിന്റെ ഭരണരീതിയുടെ ഒരു നേർചിത്രമായി പലരും കാണുന്നുണ്ട്. അദ്ദേഹത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തതിൽ ലോകം അമേരിക്കക്കാരോട് സഹതപിക്കുന്ന അവസ്ഥയാണുള്ളതെന്നാണ് വിലയിരുത്തലുകളും. ട്രംപിന്റെ നയങ്ങൾ ആഗോളതലത്തിൽ സൃഷ്ടിച്ച പ്രതിച്ഛായയുടെ ആഴം വ്യക്തമാക്കുകയും ചെയ്യുന്നു. ലോകത്തിന്റെ പോലീസ് ചമഞ്ഞ് വിവിധ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്താൻ ഇറങ്ങിയ ട്രംപിന് ഇറാനിൽ നിന്നും നേരിട്ട കനത്ത തിരിച്ചടികൾ അദ്ദേഹത്തിന്റെ വിദേശ നയത്തിന്റെ പാളിച്ചയായി പലരും ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഇസ്രയേലുമായി ചേർന്ന് ഇറാനെതിരെ നടത്തിയ ആക്രമണങ്ങളും അതിന് ഇറാൻ നൽകിയ ശക്തമായ മറുപടിയും ഈ വിഷയത്തിൽ ഒരു പ്രധാന ഏടാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഖത്തറിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാണ് ഇറാൻ തിരിച്ചടിച്ചത്. അമേരിക്ക മുൻകൂട്ടി പ്രഖ്യാപിച്ചതിന് സമാനമായി ഇറാനും ആക്രമണത്തിന് മുന്നറിയിപ്പ് നൽകിയതും ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരുടെ ജീവൻ രക്ഷിച്ചുവെന്നും അല്ലെങ്കിൽ അത് മറ്റൊരു പേൾ ഹാർബറായി മാറുമായിരുന്നുവെന്നും നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ഇറാന്റെ ഈ തിരിച്ചടി അമേരിക്കയ്ക്ക് ഒരു വ്യക്തമായ മുന്നറിയിപ്പ് കൂടിയാണ്. പശ്ചിമേഷ്യയിലെ എല്ലാ അമേരിക്കൻ താവളങ്ങളെയും ആക്രമിക്കാനുള്ള ഇറാന്റെ പദ്ധതി മുന്നിൽ കണ്ടാണ് അമേരിക്ക വെടിനിർത്തലിലേക്ക് നീങ്ങിയതെന്നാണ് പറയപ്പെടുന്നത്. സകല മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും തകർത്ത് ഇസ്രയേലിൽ ഇറാന്റെ മിസൈലുകൾ തുടർച്ചയായി പതിച്ചതോടെ ഇസ്രയേലും വെടിനിർത്തലിന് നിർബന്ധിതരായി. ഏകപക്ഷീയമായി ഇറാനെ ആക്രമിച്ച് കീഴടക്കി അവിടെ ഭരണമാറ്റം കൊണ്ടുവരണമെന്ന അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പദ്ധതി ഇതോടെ ഇല്ലാതായി. യുദ്ധക്കെടുതികൾ പരിശോധിച്ചാൽ ഇസ്രയേൽ എന്ന രാജ്യം അതിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ നേരിടേണ്ടി വന്നിട്ടില്ലാത്ത നാശനഷ്ടങ്ങളാണ് ഇറാൻ സൈന്യം അവിടെ ഉണ്ടാക്കിയത്. ബങ്കറുകളാൽ സമ്പന്നമായ രാജ്യമായിരുന്നുവെങ്കിലും പതിനായിരക്കണക്കിന് ആളുകൾ ഈ ജൂതരാജ്യത്ത് കൊല്ലപ്പെട്ടു എന്നതും ലോകം അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ ഇസ്രയേലിന് ആയുധങ്ങളും ടെക്നോളജിയും നൽകി ഇറാനെ ആക്രമിക്കാൻ സകല സഹായങ്ങളും നൽകിയത് അമേരിക്കയായിരുന്നു. ഒടുവിൽ ഇസ്രയേൽ തരിപ്പണമാകുമെന്ന് കണ്ടപ്പോഴാണ് ട്രംപ് ഇറാനിലേക്ക് B-2 ബോംബറുകൾ അയച്ചതും. എന്നാൽ ഈ ബോംബറുകൾക്ക് യഥാർത്ഥ ലക്ഷ്യം നേടാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ചില B-2 ബോംബറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും രഹസ്യ കേന്ദ്രങ്ങളിൽ ലാൻഡ് ചെയ്യാൻ നിർബന്ധിതരാകുകയും ചെയ്തതായി പാശ്ചാത്യ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ടും ചെയ്തിരുന്നു. ഈ സംഭവം അമേരിക്കൻ സേനയുടെ ആത്മവീര്യം കെടുത്തുന്ന ഒന്നായി വിലയിരുത്തപ്പെട്ടു. വർഷങ്ങളോളം യുദ്ധം ചെയ്ത് ഏറെ പരിചയമുള്ള ഇറാന്റെ മനോവീര്യം തകർക്കാൻ കഴിയാതിരുന്നതാണ് അമേരിക്കയ്ക്കും ഇസ്രയേലിനും പറ്റിയ അബദ്ധമെന്നതും. ഇറാന്റെ മിസൈൽ ശേഷിയെക്കുറിച്ച് അജ്ഞതയും അയത്തുള്ള അലി ഖമേനി എന്ന അവരുടെ സുപ്രീം ലീഡറുടെ നേതൃത്വ പടവും ശത്രുക്കളുടെ കണക്കുകൂട്ടലിനും അപ്പുറമായിരുന്നു. രാജ്യം ആക്രമിക്കപ്പെട്ടപ്പോൾ ഒറ്റക്കെട്ടായി ഭരണകൂടത്തിന് പിന്നിൽ ഉറച്ചു നിന്ന ഇറാൻ ജനതയുടെ നടപടി ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഏറ്റ ഒരു വലിയ അടിയും കൂടിയായിരുന്നു. ഇറാനെ ആക്രമിച്ച് കീഴടക്കാം എന്നത് സ്വപ്നം മാത്രമാണെന്ന സന്ദേശമാണ്. ചെറുത്തുനിൽപ്പിലൂടെയും പ്രത്യാക്രമണത്തിലൂടെയും ഇറാനെ ആക്രമിച്ച് കീഴടക്കാം എന്നത് സ്വപ്നം മാത്രമാണെന്ന സന്ദേശമാണ് ചെറുത്തുനിൽപ്പിലൂടെയും പ്രത്യാക്രമണത്തിലൂടെയും ഇറാൻ അമേരിക്കൻ ചേരിക്ക് നൽകിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണോ ഇസ്രയേലും അമേരിക്കയും ഇറാനിൽ ആക്രമണം നടത്തിയത്, ആ സമ്പുഷ്ടീകരണ യുറേനിയം ഇപ്പോഴും ഇറാനിലെ റഷ്യൻ ആണവ നിലയത്തിൽ ഭദ്രമാണ്. ഈ തിരിച്ചറിവിൽ കൂടിയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയ്ക്ക് നേരെ കലിതുള്ളിക്കൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ ശീതയുദ്ധത്തിന്റെ സൂചനകൾ ഇറാൻ ആണവശക്തിയാകുന്നത് ഇസ്രയേലിനെ പോലെ തന്നെ അമേരിക്കയ്ക്കും വലിയ ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇല്ലാതാക്കേണ്ടത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യവുമാണ്. ഇറാനിലെ റഷ്യൻ ആണവ നിലയത്തിന് നേരെ ആക്രമണം നടത്തിയാൽ അത് റഷ്യ അമേരിക്ക നേരിട്ടുള്ള ഏറ്റുമുട്ടലായി മാറുമെന്നതിനാൽ ഇറാനിലെ റഷ്യൻ ആണവ നിലയത്തിന് നേരെ ആക്രമണം നടത്തുകയാണെങ്കിൽ റഷ്യ അമേരിക്ക നേരിട്ടുള്ള ഏറ്റുമുട്ടലായി മാറുമെന്നതിനാലാണ് ട്രംപ് അതിന് തയ്യാറാകാത്തത്. എന്നാൽ അമേരിക്ക വരെ എത്താൻ കഴിയുന്ന വിനാശകാരികളായ നിരവധി ദീർഘദൂര മിസൈലുകൾ ഇറാന്റെ രഹസ്യ കേന്ദ്രങ്ങളിൽ ഉണ്ടെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടെ ട്രംപിന്റെ മേൽ സമ്മർദ്ദമേറുകയാണ്. മാത്രമല്ല, റഷ്യ, ചൈന, ഇറാൻ, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഒരു സൈനിക ചേരിയായി രൂപപ്പെടുമെന്നും ഇന്ത്യയും ചില അറബ് രാജ്യങ്ങളും ഈ ചേരിയിൽ ചേർക്കാനുള്ള സാധ്യത കൂടുതലാണെന്നും റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇറാനെതിരെ മാത്രമല്ല, ചൈനയ്ക്കും റഷ്യയ്ക്കും ഇന്ത്യക്കുമെതിരെ പോലും കടുത്ത നിലപാടുകളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ രാജ്യങ്ങൾ നേതൃത്വം നൽകുന്ന ബ്രിക്സ് കൂട്ടായ്മ വൻ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് ഭയന്നും അതിനെ തകർക്കാനും ബോധപൂർവമായ ഇടപെടലാണ് അമേരിക്ക നടത്തി വരുന്നതും. ഇന്ത്യക്ക് 500% തീരുവ ഏർപ്പെടുത്താനുള്ള ട്രംപിന്റെ നീക്കത്തിന് പിന്നിൽ റഷ്യയുമായുള്ള ഇന്ത്യയുടെ സഹകരണത്തിലുള്ള പകയാണ് കാണിക്കുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ നിന്നും അധികാരം ഏറ്റെടുത്ത ശേഷം പിന്നോട്ട് പോയ ട്രംപ് ഇപ്പോൾ നിലപാട് മാറ്റി യുക്രൈൻ കൂടുതൽ സഹായം
എത്തിക്കാനും ഉത്തരവിട്ടിരിക്കുകയാണ്. റഷ്യയെ സമ്മർദ്ദത്തിലാക്കുക തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നത് ഇതിൽ നിന്നും വ്യക്തവുമാണ്. ട്രംപിന്റെ ഈ പുതിയ നീക്കം അമേരിക്ക റഷ്യ ബന്ധം വഷളാക്കാൻ കാരണമായിട്ടുമുണ്ട്. അതാകട്ടെ ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയുമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധ ശേഖരമുള്ള രാജ്യമാണ് റഷ്യ എന്നത്. സോവിയറ്റ് യൂണിയൻ തകർന്നിട്ടും തകരാതെ നിൽക്കുന്ന ആണവ കരുത്താണത്. ഇതൊന്നും പരിഗണിക്കാതെ ഭീഷണി മുഴക്കുന്നത് അമേരിക്ക എന്ന രാജ്യത്തെ തന്നെ ഭൂപടത്തിൽ നിന്ന് മായ്ക്കാനാണ് ഇടയാക്കുന്നതെന്ന് പലരും ഭയപ്പെടുന്നു. അമേരിക്കൻ വ്യോമ പ്രതിരോധ കരുത്ത് എത്രമാത്രമാണെന്നത് ഇസ്രയേലിലും ഖത്തറിലെ അമേരിക്കൻ താവളത്തിലും ഇറാന്റെ മിസൈലുകൾ വീണപ്പോൾ ലോകം കണ്ടതുമാണ്. എന്നാൽ അമേരിക്കയും ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനും യുക്രൈന് നൽകിയ ദീർഘദൂര മിസൈലുകൾ തകർത്ത ചരിത്രമാണ് റഷ്യയ്ക്കുള്ളത്. യുക്രൈനെ മുൻനിർത്തി നാറ്റോ രാജ്യങ്ങളാണ് യഥാർത്ഥത്തിൽ റഷ്യയുമായി യുദ്ധം ചെയ്യുന്നതും. എന്നാൽ റഷ്യ യുക്രൈനിൽ നടത്തുന്നത് പ്രത്യേക സൈനിക നടപടികൾ മാത്രമാണ്. അവർ ഈ നിമിഷം വരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ മാരക പ്രകരശേഷിയുള്ള ആയുധങ്ങൾ യുക്രൈനിലേക്ക് പ്രയോഗിച്ചിട്ടില്ല. മുൻപ് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന യുക്രൈനിലെ സാധാരണക്കാരായ ജനങ്ങളോടുള്ള റഷ്യയുടെ കരുതലാണത്. അല്ലെങ്കിൽ റഷ്യ വിചാരിച്ചാൽ ഒറ്റ ബോംബിൽ തീർക്കാമായിരുന്ന സംഘർഷമാണിത്. ഹൈപ്പർസോണിക് മിസൈലുകളും ലേസർ ആയുധങ്ങളും 3 വർഷത്തോളം പിന്നിട്ട് റഷ്യ യുക്രൈൻ സംഘർഷത്തിലൂടെ സത്യത്തിൽ സ്വന്തം സൈനികർക്കുള്ള പ്രായോഗിക പരിശീലനമാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇപ്പോൾ നൽകി വരുന്നത്. അതാകട്ടെ യൂറോപ്പ് പിടിച്ചടക്കുക എന്ന വലിയ ലക്ഷ്യം മുൻനിർത്തിയാണെന്നാണ് നാറ്റോ രാജ്യങ്ങളും ഭയപ്പെടുന്നത്. ഈ ഭയത്തിൽ യഥാർത്ഥത്തിൽ കഴമ്പുണ്ടെന്ന് തന്നെ പറയാനും കഴിയും. സോവിയറ്റ് യൂണിയനിൽ നിന്നും വിട്ടുപോയ രാജ്യങ്ങൾക്ക് നാറ്റോ അംഗത്വം നൽകില്ലെന്ന കരാർ അമേരിക്ക ലംഘിച്ചതിനാൽ റഷ്യയുടെ ചുറ്റുമുള്ള പല രാജ്യങ്ങളും ഇപ്പോൾ തന്നെ നാറ്റോ അംഗങ്ങളാണ്. ഈ പട്ടികയിൽ യുക്രൈൻ കൂടി വരുന്നത് റഷ്യൻ അതിർത്തിയിൽ അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും ആയുധങ്ങൾ വിന്യസിക്കപ്പെടാനാണ് കാരണമാവുക. റഷ്യയ്ക്ക് വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന ഈ നടപടിയാണ് യുക്രൈനെതിരായ സൈനിക നടപടിക്ക് റഷ്യയെ നിർബന്ധിതമാക്കുന്നത്.